ഹായ്, ഞങ്ങളിപ്പോ അക്കാദമിയിൽ നിന്ന് പാസ് ഔട്ട് ആയ ഗ്രാഫിക് ഡിസൈൻ സ്റ്റുഡൻസ് ആണ്. Intro ആണോ? ഞങ്ങള് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ജേർണിയെ കുറിച്ച് പറയാനാണ്. അപ്പൊ എന്റെ പേര് കൃഷ്ണപ്രസാദ്. എൻ്റെ പേര് അദ്വൈത്. എൻ്റെ പേര് അശ്വിൻ ഭാസ്കർ. എൻ്റെ പേര് നന്ദു. എൻ്റെ പേര് അശ്വിൻ സി. എൻ്റെ പേര് അനുരാജ്. എൻ്റെ പേര് മുഹമ്മദ് അഫ്നാസ്. അക്കാദമിയിൽ ഞാൻ എത്തിച്ചേർന്നത് വെച്ചാല് ABC ക്യാമ്പയിനറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, രുദീപ്, എഡിറ്ററാണ്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കോഴ്സിന് ഞാൻ വന്നത്. ഞാൻ അക്കാഡമിയിൽ എത്തുന്നത് ഒരു ആഡ് കണ്ടിട്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ, അപ്പോൾ ആ ആഡിൻ്റെ കൂടെ തന്നെ ആ ഒരു ഡിസൈനിങ്ങിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഡിസൈനിങ്ങിനോട് ഒരു താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രാഫിക് ഡിസൈൻ എടുക്കുന്നത്. ഞാൻ അക്കാദമിയിലേക്ക് എത്തുന്നത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയാണ്. എന്നിട്ട് കൂടുതൽ എഡിറ്റിംഗ് ഇതും പഠിക്കണത് മുമ്പേ ഇതുണ്ടായിനി. അപ്പോൾ ഗ്രാഫിക് ഡിസൈനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ വരുന്നതിന് മുമ്പിലെ മൈൻഡിലുണ്ടായ പോലെയല്ല, ഇവിടെ വന്നപ്പോൾ ഉള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു 6 month കോഴ്സ് അല്ലെങ്കിൽ ഒരു 1 year കോഴ്സ് ഉണ്ടാവുന്ന പോലെ എന്താണ് സാധാരണ നോർമലായിട്ട് ഒരു അക്കാദമിയിൽ ഉണ്ടാവുന്ന പോലെയല്ല. ഇവിടെ കുറേ പ്രോഗ്രാംസ്, അങ്ങനെ കുറേ ഡിഫറൻസ് ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന്. ഞാൻ അക്കാദമി നിൽക്കുന്നത് ഒരു റിലേറ്റീവ് വഴിയാണ്. പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ കോഴ്സ് നല്ലതാണെന്ന് തോന്നി. ഞാനിവിടെ എത്തിപ്പെട്ടത് എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് എത്തിയത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇവിടെ. പിന്നെ എനിക്ക് ഡ്രോയിങ്ങിനോട് താല്പര്യമായതുകൊണ്ടാണ് ഞാൻ ഗ്രാഫിക്സ് ചൂസ് ചെയ്തത്. ഞാനിവിടെ എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഇതേപോലെ തന്നെ അത്യാവശ്യം ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാഫിക് ഡിസൈനിങ് തിരഞ്ഞെടുത്തത്. കൂടാതെ ഗ്രാഫിക് ഡിസൈനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ എത്തിയതെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് നീ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഒരു അക്കൗണ്ടിങ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഓൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേരം ഓൻ്റെ കെയർ ഓഫിൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ കണ്ടു തന്നെ എല്ലാവരായിട്ടും നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് അക്കാദമിയിൽ എത്തിയത്. ക്രിയേറ്റീവായിട്ടുള്ള ഫിലിം പോസ്റ്റേഴ്സും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ മേഖലയോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ടൈറ്റിലൊക്കെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ പോസ്റ്റേഴ്സ് കുറേ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ കണ്ട് ഭയങ്കര, ഇപ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ യെല്ലോ ടൂത്ത്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഓൾഡ് മോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, 2009 തുടങ്ങിയൊരു കമ്പനിയാണ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന വർക്ക്സ്, പിന്നെ ഇപ്പോൾ എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് വർക്ക്സ് കണ്ടിട്ടാണ് ഒരു ഡിസൈനിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയത്. ഇവിടെ വന്നതിന് ശേഷം പക്ഷേ കേവലം പോസ്റ്റേഴ്സ് മാത്രമല്ല, ലോഗോ, ബ്രാൻഡിങ്, പാക്കേജിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ബ്രാൻഡിങ് ഭയങ്കര ഇഷ്ടമായി. ലോഗോ ഉണ്ടാക്കുക, അതിൻ്റെ മോക്കപ്സ് ഉണ്ടാക്കുക, ഒരു കമ്പനീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കി അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി എനിക്ക് ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പോസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് ബ്രാൻഡിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു അനന്ത സാധ്യതയാണ്, ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഒരു മേഖല. അപ്പോൾ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന പോലെ വെറും പോസ്റ്റേഴ്സും ഇതിലും ചുരുങ്ങാണ്ട് ഏത് രീതിയിലേക്ക് നമുക്കിതിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, എക്സ്പ്ലോർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ മൊത്തം അക്കാദമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ ഓരോ സംഭവങ്ങൾ നമുക്കിപ്പോൾ പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മളൊരു കമ്പനി ബിൽഡ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ മൊത്തം നമ്മളൊരു കംപ്ലീറ്റ് ഒരു പ്രൊഫഷണലിസമാണ് ഇവിടെ നമ്മൾ പഠിച്ചെടുത്തത്. ഈ കോഴ്സിന് ചേരുന്നതിന് മുമ്പ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോഷോപ്പാണ്, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്, അങ്ങനെ ഒരു ചിന്ത മൈൻഡിലുണ്ടായിനി. പക്ഷേ ഇതിന് ചേർന്ന് നമ്മളെ കോഴ്സ് തുടങ്ങിയതിന് ശേഷമാണ് ഇതിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വലിയൊരു ഫീൽഡാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ളത് മനസ്സിലായത്. നമുക്കിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായാലും നല്ലൊരു സ്കോപ്പ് ഉണ്ട്, മൊത്തത്തിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായാലും. അപ്പോൾ അത് നമുക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുത്തതിലൂടെ അതെല്ലാം മനസ്സിലായി. നല്ലൊരു കരിയറിലേക്കുള്ള ഒരു ഇതായിട്ട് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരിത് നമുക്ക് ഇവിടുന്ന് കിട്ടി ഈ അക്കാദമിയിൽ നിന്ന്. എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റേഴ്സ് എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം വെച്ചാൽ എങ്ങനെ അവരത് ഡിസൈൻ ചെയ്യുന്നു, എങ്ങനെ അവർ ആ ക്രിയേറ്റിവിറ്റി, ആ ഒരു
പോസ്റ്റർ എന്താ പറയുക റെഡിയാക്കി എടുക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ. അപ്പോൾ ഇവിടെ വന്ന് ആ അക്കാഡമിയിൽ ആ ഗ്രാഫിക് ഡിസൈൻ എല്ലാം പഠിച്ച് ഒരു എന്താ പറയുക അത് മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെയേറെ ഹാപ്പിയാണ്. മാത്രമല്ല ഇനിയും പഠിക്കാനുണ്ട് ധാരാളം. അപ്പോൾ അതേപോലൊരു പോസ്റ്റർ എനിക്കിപ്പോൾ ചെയ്യാൻ ഒരു 100% അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം പറയും ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് വരക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വരക്കെന്ന് അറിയുന്നതൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച. റിയാലിറ്റി എന്താ വെച്ചാൽ ഈ വരയും പോസ്റ്റർ ഡിസൈനിങ്ങുമായിട്ട് വരക്കാൻ അറിയണമെന്നില്ല പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ. അത് ഞാനിവിടെ വന്നിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് വീഡിയോ എല്ലാം എടുത്താക്കലുണ്ടായിരുന്നു ആദ്യമല്ലോ. അങ്ങനെയാണ് ഈ പോസ്റ്റർ ഡിസൈനിലേക്ക് ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ വേണ്ടി വന്നത്. ഞാനോട് എത്തുന്നവരെ ഗ്രാഫിക് ഡിസൈനിങ് എന്നാണ് വലിയ ധാരണ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഫോട്ടോ എഡിറ്റ് പിന്നെ പോസ്റ്റർ പ്രിന്റിങ് സെക്ഷൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയ പിന്നെയാണ് മനസ്സിലായത് അതൊന്നല്ല, കുറേ അധികം സാധ്യതകൾ ഈ കോഴ്സിനുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അതിന് എല്ലാ ഡിസൈനിങ്ങും നമ്മളാണ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചും കൂടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളൊരു ഇത് നമുക്ക് വരുത്തി തന്നു പ്രൊജക്റ്റ്. ഈ ഡ്രോയിങ്ങിനോട് താല്പര്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ആദ്യം വന്നപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്, ഏതൊക്കെ ഇതാണെന്ന് മനസ്സിലായത്. പിന്നെ പുറത്ത് കാണുന്ന പോസ്റ്ററുകളൊക്കെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയോടെ അതൊക്കെ മാറി കുറേ ഇപ്പം മാറ്റങ്ങൾ വന്നിരിക്കും. എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ലോഗോസ് വരക്കാനും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ലോഗോസ് ചെയ്യാനും ഇൻട്രസ്റ്റിംഗ് ആണ്. വരച്ചിങ്ങനെ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആരോ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആഷിഖ് സാറ് നമ്മളുടെ പ്രിൻസിപ്പാളാണ്. അപ്പോൾ സാറ് ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കോഴ്സ് ചെയ്യാൻ വന്നത് എൻ്റെ സിനിമകൾക്ക് പോസ്റ്റർ ചെയ്യാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ളൊരു സംഭവം സാർ ആരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് മാത്രമല്ല, ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഫുൾ പരിപാടി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴായാലും ലോഗോ നമ്മൾ കുറേ റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള അബ്ദു സാറാണെങ്കിലും കുറേ ചേഞ്ചസ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അനുരാജൊക്കെ ഒരു 10-15 പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ലേണിംഗ് ആണ്. നമ്മൾ ചേഞ്ചസ് വരുത്തുക, നമ്മളൊരു സാധനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും എത്രത്തോളം നമ്മളെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നൊരു സംഭവമായിരുന്നു ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും യുണീക്കായിട്ടുള്ള ലോഗോസാണ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല നമുക്കത് 10-20 ദിവസം നമുക്ക് ആ ഒരു പ്രോജക്റ്റിന് ടൈം കിട്ടിയെങ്കിൽ നമുക്ക് ആ ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. കാരണം ഓരോ ദിവസം കൊണ്ടുതോറും നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുതാണ് എന്നാണ് നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അതുപോലെ അത് നമുക്ക് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് നമുക്ക് അവസാന നിമിഷങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് 20 days എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഒരു 30 days ആയിനി. അപ്പോൾ നമ്മളെ വർക്ക് വീണ്ടും നമ്മൾ പുതുക്കിപ്പണിത് അങ്ങനെ പറയാം, വീണ്ടും റിഫ്രഷ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എത്തിച്ചെന്നാ തോന്നുന്നത്. നമ്മളെ ഗ്രൂപ്പ് അതിൽ സെക്കൻഡ് ആയിരുന്നു. നമ്മളൊരു സർവീസ് നില രീതിയിലാണ് തുടങ്ങിയിനി. നമ്മൾ പിന്നെ 4th 4 ടീമില്ലെങ്കിൽ 4ാം സ്ഥാനത്തിന് പോലും നമ്മൾ അർഹനല്ലാന്ന് വിചാരിച്ച ഗ്രൂപ്പായിരുന്നു നമ്മൾ. പക്ഷെ ഒരു ടീം വർക്ക് എന്ന രീതിയിൽ നമ്മൾ സെക്കൻഡ് അടിച്ചു. ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മളുടെ കൊളാബറേഷനെ കുറിച്ചാണ് നമുക്ക് വേറെ പറയാനുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പിന്നെ നമ്മളുടെ റീറ്റെയിൽ മാനേജ്മെൻറ്റിൽ സ്റ്റുഡൻസായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു. അവരുടെ കുറേ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനിയിലുണ്ടാവുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു AI കുക്കിംഗ് മെഷീനായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്. അപ്പോൾ അതെല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു, കോസ്റ്റ്ലി ആയിട്ടുള്ള. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് AI ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്.
അത് കുറച്ചൊരു ടാസ്കിലെ പരിപാടിയാണ്. നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നതിന് ഉപരി AI കൂടി കുറച്ച് ജനറേറ്റ് ചെയ്ത് അതെ, ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ AI യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കര ഇതായിട്ട് നമ്മളുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ ഞങ്ങൾ ഓരോ വർക്കും ഒക്കെ ആണെങ്കിലും ചെയ്തത്. അപ്പോൾ അതിനെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പ്രൊജക്റ്റിനെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മുടെ പ്രൊഡക്ട്സ് ആയിരുന്നു. കാരണം ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെയും എന്താ പറയുക പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ട്സ് ആയിരുന്നു എല്ലാവരുടെയും. ഞങ്ങൾ എടുത്തിരുന്ന ഒരു ഓട്ടോമാറ്റിക് ചെയർ ആയിരുന്നു. അങ്ങനെ ധാരാളം എന്താ പറയുക വെന്റിലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നീഷ്യനൊക്കെ ഉപയോഗിച്ചിട്ടൊരു എന്താ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതുപോലെ എല്ലാവരുടെയും അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഒരു AI കുക്കിംഗ് മെഷീൻ ആയിരുന്നു. നമ്മൾ എന്താണ് നമ്മളുടെ കാര്യങ്ങൾ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ടൈം ലാഭിക്കാം ഒക്കെയുള്ളൊരു സംഭവമാണ്. നമ്മളതിന് സെവോർ എന്നാണ് അതിനൊരു നെയിം കൊടുത്തത്. ഡെലീഷ്യസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഞങ്ങളുടെ കമ്പനീൻ്റെ പേര് പെപ്പോ എന്നായിരുന്നു. ആ ഒരു നെയിം വെച്ചിട്ട് തന്നെയാണ് ലോഗോയും ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു എക്സസൈസ് ചെയ്യുന്ന ചെയറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ AI ജനറേഷൻ വേർഷൻ നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഗ്രാഫിക് ഡിസൈനിൻ്റെ ഭാഗമല്ലെങ്കിലും അതിലും കൂടി കുറച്ചും കൂടി പഠിക്കാൻ പറ്റി. അതുകൂടാതെ ലോഗോവും നന്നായിട്ട് ചെയ്യാൻ പറ്റി. 3 or 4 പ്രാവശ്യം ലോഗോ ചേഞ്ച് ചെയ്തു പെർഫെക്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ അത് ആദ്യം കുറച്ച് മടുപ്പിച്ചെങ്കിലും ലോഗോ നന്നായി വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ പ്രോഡക്റ്റ് ഒരു ആപ്പായിരുന്നു. ഞങ്ങളുടെ ഒരു സർവീസ് ആയിരുന്നു, ഒരു ആപ്ലിക്കേഷൻ. ഇതിന്റെ പേര് മെഡ്സോൺ എന്നായിരുന്നു. ഇതിലൂടെ ഞങ്ങൾ നോക്കിയിരുന്നത് പ്രധാനമായിട്ടും ബ്ലഡൊക്കെ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് എത്തിച്ചു കൊടുക്കാനും ക്യൂ നിൽക്കാണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് ടോക്കൺ എടുക്കാനൊക്കെ ആയിരുന്നു ഞങ്ങളെ ഉദ്ദേശം. അങ്ങനെയുള്ള സർവീസ് ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉണ്ടായ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അഭിനയിച്ചു. വൻ കോമഡി ആയിരുന്നു. നമ്മൾ 4 ടീമിൽ 3 ആളൊരു ഷോർട്ട് വീഡിയോ ആഡ് പോലെ ചെയ്തിരുന്നു. ആ മൊമെന്റ്സ് എല്ലാം വളരെ ഫണ്ണിയായിരുന്നു. പിന്നെ നമ്മളെ ഇംഗ്ലീഷ് സാറ് വിനോദ് സാറ് നമ്മളെ ഒരു വീഡിയോയിൽ നമ്മളുമായിട്ട് അഭിനയിക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിന്. ആഡൊക്കെ ചെയ്ത് ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. പെട്ടെന്ന് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ കൂടെ തന്നെയുള്ള ഒരു ആളുടെ ഐഫോണിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ഒരു ആഡ് 2-3 ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതിൽ അഭിനയിച്ച് നമ്മളെ റീറ്റെയിലെ സ്റ്റുഡൻറ് ഉണ്ട് മുഹമ്മദ് പറഞ്ഞാ ഇനി എന്തെങ്കിലും ചെയ്യും, അവനും അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇതായി. അപ്പോൾ മൊത്തത്തിൽ ഒരു കൊളാബറേഷനും എല്ലാം ഭയങ്കര രസമായിരുന്നു. പ്രോഗ്രാംസ് ആണെങ്കിലും ഓണപ്പരിപാടി ആണെങ്കിലും പിന്നെ ന്യൂ ഇയറിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്ക്. അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര രസമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പീക്കിലേക്ക് എത്തിയ ആ ടൈമിലായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും കോഴ്സൊക്കെ കഴിഞ്ഞു. അത് ഇപ്പോഴും നമ്മൾ ലൈഫിൽ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യം. ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 1 day മാത്രമേ ഉണ്ടായിരുന്നത്. അതായത് 2 നൈറ്റും 1 ഡേയും ഊട്ടി. എന്നാലും ഊട്ടി കറങ്ങല് മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക ഒരു എല്ലാവരും കൂടെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ വൈബ് ഉണ്ടായിരുന്നു. മാത്രമല്ല രാത്രി ഉണ്ടായിരുന്ന മറ്റേ DJ പാർട്ടിയും ഒക്കെ ഞങ്ങൾക്ക് നല്ല വൈബ് എന്താ പറയുക ഒരു ഹാപ്പിനെസ് നൽകുന്ന മെമ്മറീസ് തന്നെയായിരുന്നു അതൊക്കെ. ടൂറ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 20 days മുമ്പ് പ്ലാൻ ചെയ്ത് ഇതാക്കി പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നിയത്. ഒരുപാട് കുറേ മെമ്മറീസ്. പിന്നെ എന്താ പറയുക ഒന്നിച്ചില്ല DJ, ലാസ്റ്റ് നൈറ്റിലെ DJ, പിന്നെ ഫുഡ്, പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ടീ ഫാക്ടറിയിൽ നിന്നുണ്ടായ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല. ടൂറ് മാത്രമല്ല ഈ കോഴ്സ് മൊത്തത്തിൽ തന്നെ പെട്ടെന്ന് തീർന്ന പോലെയുണ്ട്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് തന്നെ നമ്മളെ ഏകദേശം തീരാനായല്ലേ. അപ്പോൾ ടൂറിന് പോയ കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു സൈഡ് കടന്നുറങ്ങാന്നില്ല. ഒരു
ഉറങ്ങാനും കഴിയില്ല, ഡാൻസ് കളിക്കാനും കഴിയില്ല. അല്ല വേറെ മറ്റേ ടൂറിന് ബാനർ ഡിസൈൻ ചെയ്ത് ആ കഷ്ടപ്പെട്ട് അന്ന് രാത്രി ഒരു ബാനറെല്ലാം ഡിസൈൻ ചെയ്ത്, പക്ഷേ ബസ്സിന് മുമ്പിൽ വെക്കാനായിരുന്നു ആദ്യം പറഞ്ഞേ. പക്ഷെ എല്ലാവരും പറഞ്ഞു സ്കൂൾ പിള്ളേരെ ചെറിയ പിള്ളേരെ ടൂർ പോകുന്ന പോലെ ആവുമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. പിന്നെ മടക്കിയിട്ട് ബസ്സിനുള്ളിൽ വെച്ചാൽ തന്നെ എടുത്തിട്ടില്ല ഇത്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ജുനൈദ് സാർ ഇടയ്ക്കിടെ വന്നിട്ട് നമുക്കൊരു സെഷൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സെഷൻസ് ആയിരുന്നു അവർക്ക്. സാറ് വന്നിട്ട് നമ്മൾ വേൾഡ് വൈഡുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇങ്ങനെ ഇന്ന ഇൻഡസ്ട്രിയിൽ ഇന്നതൊക്കെയാണ് സംഭവിക്കുന്നത്, സാറ് കണ്ടിട്ടുള്ള സാറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അക്കാദമീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാവരും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഏത് ഫീൽഡിലുള്ള ആൾക്കാരായാലും എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും അപ്ഡേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. പുറത്തുനിന്ന് ഒരാളിപ്പോൾ അക്കാദമി കാണുമ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു സ്ഥാപനം എന്നുള്ളൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഓരോ കോഴ്സ് ആയാലും അതിൻ്റെ ഓരോ സിലബസ് ആയാലും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഒരു കറക്റ്റ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഇതെങ്ങനെ നമുക്കൊരു സ്ഥാപനത്തിൽ നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം സ്റ്റഡീസൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മളെ മാസ്റ്റർ ആക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നെങ്കിലും ഓണപരിപാടിയായിരുന്നു. ഒരു 4 days അല്ല, ഒരു 3 days 4 days നീണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ല മെമ്മറബിൾ ആയിരുന്നു. ഡെയിലി വന്നിട്ട് കുറേ ഗെയിംസ് ആയാലും വേറെ ബാക്കിയായിട്ടുള്ള പ്രോഗ്രാംസ് ആയാലും നല്ല ഇതായിരുന്നു. അത് ഗെയിംസിനാ ഇവനായിരുന്നു മൊത്തമായിട്ടുള്ള ഒരു ചാമ്പ്യൻ. കേരംസ് കളിക്കാൻ അറിയാത്ത ഞാൻ ഇവനായിരുന്നു അതിൽ ഫസ്റ്റ് അടിച്ചത്. പിന്നെ നമ്മളെ ടീമാണല്ലേ ഫസ്റ്റ് അടിച്ചത്, താകൃതാളം. പെൻസിൽ ഡ്രോയിങ്ങും കളർ ഡ്രോയിങ്ങും ഫസ്റ്റ് അടിച്ചത് ഞാൻ തന്നെ. വെറും കോഴ്സ് മാത്രമല്ല, നമുക്കിവിടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായുള്ള പ്രസൻറ്റേഷൻ തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു സ്റ്റേജ് ഫിയറുള്ള ഒരാളായിരുന്നു. അപ്പോൾ വിനോദ് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ കുറേ അധികം അതിന് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു 10-30 ആളുടെ മുമ്പിൽ ആണ് പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പം അത് നന്നായി ചെയ്യാൻ പറ്റി. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരുന്നതോടുകൂടി ഇംഗ്ലീഷിലും കുറേയധികം മെച്ചങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ആൾക്കാരോട് മിണ്ടാനും അവരോട് പെരുമാറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇവിടെ വിനോദ് സാറ് ക്ലാസ് എടുത്തോടെ കുറേ പേടിയൊക്കെ പോയി. പിന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കാനും അവരുടെ കൂടെ നിൽക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതിലൂടെ ഒരു പ്രൊജക്റ്റ് കാരണം കുറേ മാറ്റങ്ങളാണ് വന്നത്. ആൾക്കാരോട് മിണ്ടാനും സംസാരിക്കാനൊക്കെ കുറേ കോൺഫിഡൻസ് വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് ആയിരുന്നു സാർ. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഒരു കമ്പനിയിൽ പോയാലുള്ള ഒരു ബിഹേവിയർ, എങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്യുന്നു. അത് വേറൊരു പ്രത്യേകതയാണ് അക്കാദമി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു പറയുമ്പോൾ അക്കാദമിക്കുള്ളൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിനോദ് സാറ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛനൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. അപ്പോൾ ആ മാറ്റമൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ലൈവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പോൾ ഇവനിങ്ങനെ ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാണ്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. ധനരാജായാലും ഏകദേശം അങ്ങനെ തന്നെ. അപ്പോൾ അവരെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഭയങ്കര ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അക്കാദമീൻ്റെ ഫ്യൂച്ചറിലായാലും അതിനൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറാനുള്ളൊരു അതിൻ്റെ ഒരു ബേസാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സ്ഥാപനമായിട്ട് എന്തായാലും മാറും. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു വലിയൊരു സ്ഥാപനമായിട്ട് അക്കാദമി നാളെ പ്രതീക്ഷിക്കുന്നു. ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ അബ്ദുൽ സാറിനെ
നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം അത്ര വൈബിലാണ് ഞാൻ ക്ലാസ് അബ്ദുൽ സാർ എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്ക് അത്ര ഒരു മെമ്മറി മറക്കാനേ പറ്റില്ല അല്ലേ. അത്ര ഒരു വൈബിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി ഒരു ഇതിൽ ഇങ്ങനെ ഒരു സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നല്ല വൈബില് ക്ലാസ് കൊണ്ടുപോകാൻ സാധിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐസ് ബ്രേക്കിംഗ് തന്നെയായിരുന്നു അക്കാദമിയിലെ ഒരു കോഴ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ജേണിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥാനം അക്കാദമിക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു കാലഘട്ടമായിരിക്കും. തീർച്ചയായും പ്രസാദിനെ നെക്സ്റ്റ് ഫിലിമിലെല്ലാം ഒരിടക്ക് അവസരം കൊടുക്കുന്നു പറയും. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാ ടീംസായാലും. അപ്പോൾ ഞങ്ങൾക്കൊരു ഇപ്പം എങ്ങനെയാവുന്നെന്ന് അറിയില്ല, ഒരു പ്ലാൻ ഉണ്ട്. ഒരു സ്റ്റാർട്ടപ്പായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ കമ്പനി എന്തെങ്കിലും തുടങ്ങിയാലെന്ന ഫീലിംഗ്. അതായത് ഓക്കെ ആണെങ്കിൽ പോകാവുന്നതാണ്. ഒരു സോഷ്യൽ മീഡിയയിലേക്കുള്ള കംപ്ലീറ്റ് ഒരു എന്താണ് ഡിസൈൻ അണ്ടർ വൺ റൂഫ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ തുടങ്ങിയാൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനി കയറിയാൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഡ്രീമിലാണ് അവിടെ ഇപ്പോൾ ഡിസൈനിങ് ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്തെങ്കിലുമൊക്കെ ഒരു കമ്പനി പോലെ തുടങ്ങുക. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ഗോള് ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് പോലെ എന്തെങ്കിലും ആലോചിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഇനി നോക്കാൻ പോകുന്നത് വെച്ചാൽ ബ്രാൻഡിങ്, പോസ്റ്റേഴ്സ്, സംഭവങ്ങളൊക്കെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള. അനുരാജിനെ കുറച്ചും കൂടി അതേപോലെ ഞാൻ കുറച്ചും കൂടി പാക്കേജിങ്ങിലാണ് നോക്കുന്നത്. ഞാൻ 2-3 ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പാക്കേജിങ് സെക്ഷനിൽ നോക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എനിക്കും പേഴ്സണലി മെയിനായിട്ട് ലോഗോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ നമുക്ക് ധാരാളം നമുക്ക് എന്താ പറയുക ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലോഗോസ് എനിക്ക് മെയിനായിട്ട് എന്താ പറയുക നോക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സും, കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാലിഗ്രഫി കുറച്ച് ഇതുകൊണ്ട് ടൈറ്റിൽ അറബിക് കാലിഗ്രഫി, അങ്ങനെ ഇംഗ്ലീഷ് കാലിഗ്രഫി അങ്ങനെല്ലാം നോക്കണമെന്നുണ്ട്. ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലാണ് ഉള്ളത്. അവിടെ മെയിനായിട്ട് പ്രിന്റിങ് മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ നമുക്കൊരു വേറെ തന്നെ ഒരു മേഖല കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ പേഴ്സണലി സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഇതൊക്കെയാണ്. പക്ഷേ ഈ സംഭവങ്ങളും അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഫുള്ള് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നുള്ള സംഭവങ്ങൾ അവിടെ പോയിട്ട് ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്റേൺഷിപ്പൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇന്റേൺഷിപ്പ് ഇതുവരെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. നമ്മളിവിടെ പഠിച്ച പോലെ എനിക്ക് തോന്നിയില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് വളരെ ചേഞ്ച് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അതിപ്പോൾ അഡാപ്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ധാരാളം ഡിസൈൻസ് ഒക്കെ മാറ്റമുണ്ട്. കാരണം ഒരു പ്രിന്റിങ് സെഷനിലാണ് പ്രിന്റിങ്ങും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ അതിനോടൊന്ന് അഡാപ്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് ഇത്രത്തോളം ഒരു കുഴപ്പമില്ലാണ്. ഇന്റേൺഷിപ്പ് ഓൾമോസ്റ്റ് തീരാനായി. ഒരു 50 days അത്രയും ബാക്കിയില്ലു. അവിടെ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പോലെയല്ല, കൂടുതലായിട്ട് പ്രിന്റിങ് ആണ്. അപ്പോൾ അവിടുത്തെ കുറേ മാറ്റങ്ങൾ സൈസ് ആയാലും പിന്നെ CMYK, RGB അങ്ങനെ കുറേ ചേഞ്ചസ് നമുക്ക് അവിടെ പോയതിനു ശേഷം അറിയാൻ പറ്റി. കൂടാതെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ കസ്റ്റമർ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ 2-3 വർക്ക് ഞാൻ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നിയിട്ടുണ്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ. ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്യുന്നിടത്ത് പ്രിന്റിങ് സാധനങ്ങളൊന്നുമില്ല, ഡിസൈൻ മാത്രമാണ്. അപ്പോൾ പ്രിന്റ് കസ്റ്റമറെ ഓർഡർ അനുസരിച്ചിട്ട് വേറെ സ്ഥലത്തുനിന്ന് എടുക്കലാം. അപ്പോൾ പ്രിന്റിങ് എടുത്ത് ഡിസൈൻ ചെയ്യുന്നതിനുപരി പ്രിന്റിങ് എടുത്ത സാധനം കട്ട് ചെയ്യൽ, ടാഗ് റെഡിയാക്കൽ, അങ്ങനത്തെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സ്വന്തമായിട്ട് അങ്ങനെ ഏജൻസി തുടങ്ങിയാൽ തന്നെ എന്തെല്ലാം കാര്യം ചെയ്യണം, സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ പറ്റി. അതാണ്. ഞങ്ങൾ 3 പേര് ഒരു സ്ഥലത്താണ്. ബാക്കി ഞാൻ സൈനാർ ഗ്രാഫിക്സോ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഏജൻസി. ഞങ്ങൾ ആഡ് സ്റ്റാർ. ഞാൻ ഡിസൈൻ നൗ ഉണ്ടാവുക. ഞാൻ സന്ദേശ് പ്രിന്റിങ് ഇതിലാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് റിബൺ എന്നൊരു അഡ്വർടൈസിങ്, പിന്നെ പ്രിന്റിങ്, അതുപോലെ തന്നെ ഫ്ലെക്സ് ഒക്കെ അടിക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ പറയാനുള്ളത് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ക്യാമ്പയിനേഴ്സിന്റെ കുറെ എംപ്ലോയീസ് ആണ്. റിജേഷ് ബ്രോ ആണെങ്കിലും, മീഡിയ ഹെഡ് അക്ഷയ് ബ്രോ, പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെയായ ഋതീപ്,
പിന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള അബീർക്ക്, സർഫാസ്, സുധീഷ് ഏട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ നമ്മളായിട്ട് ഭയങ്കര ഇന്ററാക്ഷൻ സെഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വേറെ എവിടെ ഇല്ലാത്തൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനി റിലേറ്റഡ് ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. കമ്പനീൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു, അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയുള്ള സംഭവങ്ങൾ അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ച് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നു. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഉള്ള ഒരു സംഭവം, അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റെങ്കിലും ഇല്ലാത്തൊരു സംഭവമാണ്. അക്കാദമിയിൽ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ട്സിലെ സ്റ്റുഡൻസിനായാലും അവരും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ബിസോറായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. റീറ്റെയിലിൽ ആണ് കൂടുതലും ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മൊത്തത്തിൽ. അപ്പം നിങ്ങളെന്തെങ്കിലും +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അക്കാദമിയിലേക്ക് വരുമെന്നാണ് നമുക്ക് പറയുന്നത്. കൂടുതൽ എന്തൊക്കെ പുതിയ കോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. എഡിറ്റിങ്, ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഉണ്ടായതിനു ശേഷം, നമ്മളിപ്പോൾ പാസ് ഔട്ട് ആയതിനു ശേഷം. പൊതുവെ ഓരോ വെറും തിയറീസ് പഠിപ്പിച്ച് ഇങ്ങനെ വിടുക എന്നുള്ളൊരു സംഭവം ഒന്നുമല്ല. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയിലെ മൊത്തം സംഭവങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അക്കാദമി. വെറും ഗ്രാഫിക് ഡിസൈൻ എന്ന് വെച്ചാൽ വെറും ഗ്രാഫിക് ഡിസൈൻ പഠിച്ച് അതിന്റെ കുറെ തിയറീസ് ഒക്കെ പഠിപ്പിച്ച് ചില പ്രാക്ടിക്കൽ നോളജ് ഒക്കെ കൊടുത്തു വിടുന്ന പരിപാടിയല്ല. മൊത്തത്തിൽ എങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതൊരു ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കരമായിട്ട് ഏത് മേഖലയിലേക്ക് പോകാനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാവും. പിന്നെ നമുക്ക് എന്ത് എന്താ പറയാ, എന്ത് ഡൗട്ട് ഉണ്ട് ഹെൽപ്ഫുൾ ആണ് എല്ലാവരും. അതായത് നമുക്കിപ്പോ എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും നമുക്ക് ആരോട് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനും, മാത്രമല്ല ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളായാലും നമുക്ക് എന്നും വിളിച്ച് അന്വേഷിക്കുകയും എന്താ പറയാ, എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പ്, എങ്ങനെയുണ്ട് നമ്മുടെ അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും. അപ്പൊ അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്ഫുൾ മെന്റാലിറ്റി ഉള്ള ടീച്ചേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും ഒക്കെ എല്ലാവരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അക്കാദമിയിലെ ഒരു ജേണി. അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും, അക്കാദമിക്കും, ABC മൊത്തം ക്രൂവിനും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.